സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരള സർക്കാർ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളോട് കാണിക്കുന്ന അവഗണനയുടെയും തൊട്ടുകൂടായ്മയുടെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്ന് വി മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രപതിമാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന ജനിച്ച സമുദായത്തിന്റെ അടിസ്ഥാനത്തിലെന്നും വി മുരളീധരൻ വിമർശിച്ചു. അതേസമയം രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കാത്ത നടപടിയിൽ സംസ്ഥാന സർക്കാർ മൗനം തുടരുന്നു. സെക്രട്ടേറിയറ്റിൽ രാഷ്ട്രപതിയുടെ ചിത്രം വയ്ക്കാതെയുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന ജനം ടിവിയാണ് വാർത്ത നൽകിയത്. സെക്രട്ടേറിയറ്റിൽ രാഷ്ട്രപതിമാരുടെ ചിത്രം സ്ഥാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം. അടിസ്ഥാന വർഗത്തിൽ നിന്നും രാഷ്ട്രപതിമാരായ രാംനാഥ് കോവിന്ദിന്റെയും ദ്രൗപദി മുർമുവിന്റെയും ചിത്രം സ്ഥാപിക്കാത്ത സർക്കാർ നടപടി അടിസ്ഥാന വർഗങ്ങളോടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സമീപനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് വി മുരളീധരൻ വിമർശിച്ചു. നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളോട് കാണിക്കുന്ന അവഗണനയും തൊട്ടുകൂടായ്മയും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ 2 രാഷ്ട്രപതിമാർ, ശ്രീ രാംനാഥ് കോവിന്ദ്, അതോടൊപ്പം അതിനുശേഷം ശ്രീമതി ദ്രൗപദി മുർമു. ഇവരുടെ 2 പേരുടെയും പടങ്ങൾ വെക്കാത്ത സാഹചര്യം അത് അവർ ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അവഹേളനവും അവഗണനയുമാണോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ വരുന്നത്. നടപടിയിലൂടെ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും പൊള്ളത്തരമാണെന്ന് ഇതോടെ വ്യക്തമായെന്നും മുരളീധരൻ പറഞ്ഞു. ജനിച്ച സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്ന അവഗണന അത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളുടെയും പൊള്ളത്തരം, ആ പൊള്ളത്തരമാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ ഈ തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അധസ്ഥിതരോടുമുള്ള അവഗണന, ആ അവഗണന തുടർന്നാൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ അനീതി തിരുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. സംസ്ഥാന ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കാതെയുള്ള സർക്കാരിന്റെ അനാദരവ്. നേരത്തെ പ്രണബ് മുഖർജി വരെ അതത് കാലത്ത് രാഷ്ട്രപതിമാരായിരുന്നവരുടെ ചിത്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ തുടർന്ന് സ്ഥാനമേറ്റ രാഷ്ട്രപതിമാരായ രാംനാഥ് കോവിന്ദിന്റെയും ദ്രൗപദി മുർമുവിന്റെയും ചിത്രം സ്ഥാപിക്കുവാൻ ഇടതു സർക്കാർ തയ്യാറായില്ല. ദർബാർ ഹാളിൽ രാഷ്ട്രപതിമാരുടെ ചിത്രം വെക്കാതെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടി ജനം ടിവിയാണ് വാർത്തയാക്കിയത്. ഇതിനു പിന്നാലെ സർക്കാരിനെതിരെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.